നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണെന്ന് അറിയാലോ? ഇന്ന് ബഷീർ നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് 30 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് ബഷീർ ദിനമാണ്. ബഷീർ അനുസ്മരണത്തിനായി നമ്മുടെ സ്കൂളിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷ് മാഷും ഷൈനി ടീച്ചറും കൂടി ഒരു കഥ അവതരിപ്പിച്ചിട്ടുണ്ടായിന്. ബാക്കിയുള്ള ഏച്ചിമാരും ഏട്ടന്മാരും എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടായിന്. അപ്പൊ ആ വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാരും ആ വീഡിയോ കണ്ടിട്ട് പേരെന്താ? ബഷീർ. വലിയ ഒരു എഴുത്തുകാരനാണ്. 2.5 വർഷം കഠിന തടവ്. എന്റെ സുഹൃത്തുക്കളെല്ലാം ഇവിടുന്ന് പോയി. ഞാനൊറ്റക്ക. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. എത്ര സുന്ദരമായ പേര്. വയസ്സ് 22. എത്ര സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? 14 വർഷം. അപ്പൊ കൊലക്കുറ്റമാണ്. ഇവിടെ എത്ര വർഷമായി? 1 വർഷമായി. എന്തൊരു ജീവിതം. എനിക്കൊരു റോസാച്ചെടി തരുമോ? ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന് നാരായണി എങ്ങനെ അറിഞ്ഞു? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. ഈ ഭൂമുഖത്തുള്ള മുഴുവൻ റോസാച്ചെടികളും ഞാൻ നാരായണിക്ക് തരട്ടെ? ഒരെണ്ണം മതി. തരുമോ? അതെന്തൊരു ചോദ്യമാണ്. തരുമോ? ഞാനിപ്പം റോസാച്ചെടി കൊണ്ടുവരാം കേട്ടോ. കേട്ടോ? കേട്ടു. നാരായണി. എന്തോ? എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒളിച്ചു നിൽക്കുകയായിരുന്നു. അമ്പടി കള്ളി. ബഷീറേ, റോസാച്ചെടി കൊണ്ടുവന്നോ? ബഷീറേ. ഓ, സ്നേഹത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. ദൈവം അങ്ങനെ ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടില്ല. ഈ പ്രപഞ്ചമാകുന്ന പ്രപഞ്ചം, അതിന്റെ ചൈതന്യം, വെളിച്ചം, ദൈവം അടുത്ത് തന്നെയുണ്ട്. ഇതാ ഷൈനി ടീച്ചറെ, സന്തോഷ് ആശീർ നാടകം കണ്ടില്ല? അടിപൊളിയായിട്ടില്ലേ? ഇനി റിജിൻ റാമേട്ടന്റെയും അമ്മയേച്ചിരിയും ഒരു പ്രേംലക എന്ന് പറഞ്ഞൊരു നാടകമുണ്ട്. അതും കൂടെ കണ്ടിട്ട് വരാം. ഹിന്ദു വേണ്ട, ക്രിസ്ത്യൻ വേണ്ട, മുസ്ലിം